ഗവർണർ രാജേന്ദ്ര ആർലേക്കറും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും നല്ല സൗഹൃദ വഴിയിലേക്ക്. ഭാരതാംബ ചിത്ര വിവാദത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ലോക് ഭവനിൽ നടന്ന പരിപാടി ബഹിഷ്കരിച്ച് മന്ത്രി ശിവൻകുട്ടി വേദി വിട്ടത് വിവാദമായിരുന്നു. പിന്നീട് ഓണാഘോഷ റാലി ഫ്ളാഗ് ഓഫ് ചെയ്യാൻ മന്ത്രി നേരിട്ടെത്തി ഗവർണറെ ക്ഷണിച്ച് മഞ്ഞൊരുക്കിയിരുന്നു. സ്കൂൾ കായികമേളയുടെ സമാപനത്തിൽ ഗവർണറെ പങ്കെടുപ്പിച്ചതും അകൽച്ച കുറച്ചു. ഇപ്പോൾ ക്രൈസ്റ്റ് നഗർ സ്കൂളിലെ നയതന്ത്രത്തിൽ എല്ലാം സൗഹൃദത്തിലേക്ക് വഴിമാറുകയാണ്. വൈസ് ചാൻസലർ നിയമനത്തിൽ ഗവർണറും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള നിയമയുദ്ധം തുടരുന്നതിനിടെ സൗഹൃദം പങ്കിട്ട് പുതിയ സന്ദേശം നൽകുകയാണ് ഗവർണറും മന്ത്രിയും. ഒരേ പാത്രത്തിൽ ഭക്ഷണം കഴിച്ച് ഒരേ കാറിൽ സഞ്ചരിച്ചായിരുന്നു മന്ത്രിയുടെയും ഗവർണറുടെയും സൗഹൃദം പങ്കിടൽ. കവടിയാർ ക്രൈസ്റ്റ് നഗർ സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷത്തിലായിരുന്നു ഈ കാഴ്ചകൾ. പരിപാടിക്ക് ആദ്യം ഗവർണറും പിന്നാലെ മന്ത്രിയും സ്കൂളിലെത്തി. ചടങ്ങിന് മുൻപായി സ്കൂളിൽ ഒരുക്കിയിരുന്ന ചായ സൽക്കാരത്തിൽ ഇരുവരും പങ്കെടുത്തു. അടുത്തടുത്തായിരുന്നു ഇരിപ്പിടം. പപ്പായ നിറഞ്ഞ പ്ലേറ്റ് മന്ത്രി ഗവർണർക്ക് നേരെ നീട്ടി. ഗവർണർ ചിരിച്ചുകൊണ്ട് മന്ത്രി നീട്ടിയ പപ്പായ സ്വീകരിച്ചു. പിന്നെ സംസാരം. അതിനുശേഷം വേദിയിലേക്കുള്ള യാത്ര. വേദിയിലേക്കുള്ള ദൂരം തന്റെ കാറിൽ പോകാമെന്ന ക്ഷണം ഗവർണർ മുന്നോട്ട് വെച്ചു. മന്ത്രി ഗവർണറുടെ കാറിൽ കയറി. ആഘോഷവേദിയിൽ ഗവർണറുടെ കാർ വന്നു നിന്നപ്പോൾ ആരും പ്രതീക്ഷിക്കാതെയായിരുന്നു കാറിൽ നിന്നുള്ള മന്ത്രിയുടെ എൻട്രി. കാറിലും ചർച്ചകൾ നടന്നു. പരിപാടി കഴിഞ്ഞ് ഗവർണർ ഇറങ്ങുമ്പോഴും ഒപ്പം എത്തി മന്ത്രി യാത്രയാക്കി. കഴിഞ്ഞ ദിവസം മന്ത്രി പി രാജീവും ബിന്ദുവും ലോക് ഭവനിലെത്തി ഗവർണറുമായി ചർച്ച നടത്തിയിരുന്നു. VC നിയമനത്തിൽ സമവായത്തിന് വേണ്ടിയായിരുന്നു ഇത്. പക്ഷേ ഗവർണർ അയഞ്ഞില്ല. ആ തീരുമാനം ഇനി സുപ്രീം കോടതി എടുക്കും. ഇത് സർക്കാരിനും ഗവർണർക്കും തിരിച്ചടിയായി. ഇതിന് പിന്നാലെയാണ് മന്ത്രി ശിവൻകുട്ടിയുടെ പപ്പായ നയതന്ത്രം. പൊതുവിദ്യാഭ്യാസ മന്ത്രിയെ മന്ത്രി അപ്പൂപ്പൻ എന്നാണ് ഏവരും വിളിക്കുന്നത്. കുട്ടികളെ സ്നേഹത്തോടെ പരിലാളിക്കുന്ന അതേ മന്ത്രി ഗവർണറെയും കീഴടക്കുന്നു. രാഷ്ട്രീയ വിമർശനങ്ങൾക്ക് അപ്പുറത്തേക്ക് രാഷ്ട്രീയ വ്യക്തി സൗഹൃദം വളരേണ്ടതിന്റെ സന്ദേശമാണ് മന്ത്രി ഇതിലൂടെ നൽകുന്നത്.